ഫ്രണ്ട്സ്, മേക്ക് മൈ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അതും ഗോതമ്പ് പൊടിയും മുട്ടയും വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് ഗോതമ്പ് പൊടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെയും ചേർത്ത് കൊടുത്തിട്ട് ഈ മിക്സ് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ മിക്സ് നന്നായിട്ട് ഇതൊന്ന് അല്പം പോലും കട്ടകളൊന്നും കുത്താത്ത രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിക്കുന്ന ടൈമിൽ മുഴുവൻ വെള്ളം ഒരുമിച്ച് ഒഴിക്കാതെ കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഏകദേശം 1 കപ്പോളം വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ടുള്ള ഒരു രീതിയിലാണ് നമുക്ക് ഈ മാവ് വേണ്ടത്. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചെറിയൊരു സവാളയുടെ 1/2 മുറി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാവ് കറക്റ്റ് നമുക്ക് ചൂടാനുള്ള പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കാം. പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഒന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഇപ്പോൾ ഒരുപാട് കട്ടിയായിട്ട് നമ്മൾ ഒഴിക്കേണ്ട, കുറച്ച് ഒരു തിന്നായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. പരത്തി കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്തെടുക്കുകയാണെങ്കിൽ നല്ല തിന്നായിട്ട് നമുക്ക് നമ്മുടെ ദോശയെല്ലാം ചുട്ടെടുക്കാനായിട്ട് പറ്റും. മേൽഭാഗം ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ സൈഡെല്ലാം ഇങ്ങനെ വിട്ട് വരുന്ന രീതിയിൽ വരും. ആ ഒരു ടൈമിൽ നമുക്കിത് തിരിച്ചിട്ട് ഇപ്പുറത്തെ സൈഡും കൂടെ നന്നായിട്ട് ഇത് കുക്ക് ചെയ്ത് നല്ല മുരിയിച്ചെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 സൈഡും നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കുട്ടികൾക്കൊക്കെ ഇത് റെഡിയാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നന്നായിട്ട് ഇത് കഴിച്ചോളും. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിപ്പിൻ്റെ കൂടെയോ അങ്ങനെയൊക്കെ സെർവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരളവിന് 4 ദോശയാണ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഡബിൾ ചെയ്താൽ മതി. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 2 മുട്ട എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. ഒരുപാട് സമയമില്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് പെട്ടെന്ന് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.